ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേരയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഹലോ അലിൻ ജോസ് പെരേര. സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേരയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പെരേരയെ കണ്ടു. പെരേര ബൈക്കിൽ പോകുന്നു. ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മൂമ്മ ഇത്തിരി കലിപ്പ മൂടാണെന്ന് തോന്നുന്നുണ്ട്. സന്തോഷമുണ്ട്. എന്തോ അണ്ടർ വാട്ടർ വേസ്റ്റേജിൻ്റെ ഒരു ഇതാണെന്ന് പറയുന്നു. അതൊക്കെ നല്ല കാര്യമാകട്ടെ. നാട്ടിൽ നല്ല സംഭവിക്കുന്നുണ്ട്. എടക്കുശ്ശേരിയിൽ ഒരുപാട് റോഡുകൾ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡുണ്ട് ഉള്ളിൽ. അതൊക്കെ നമ്മൾ അഭിലാഷ് തോപ്പിനോട് ഞാൻ പറഞ്ഞാണ് ശരിയാക്കാനായിട്ട്. പുള്ളി ഫെബ്രുവരിയിൽ ശരിയാക്കാമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ മാർച്ചായി, ശരിയാക്കിയിട്ടില്ല. എന്നാലും അഭിലാഷ് തോപ്പിൽ പുള്ളി മറ്റേ മെമ്പറാണ്, വാർഡ് കൗൺസിലറാണ്. അപ്പോൾ അവർ മുഖേന ശരിയാക്കിക്കോളും. കാരണം നമ്മൾ പൊതുകാര്യങ്ങൾ ഇടപെടണമല്ലോ. അതാണ് ഞാൻ പറയാൻ കാര്യം. കാരണം ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. നല്ല സന്തോഷം. അത് നമുക്ക് വീടുകളിലേക്ക് പോക്കാം. ഹായ്, അപ്പോൾ അലിൻ ജോസ് പെരേര അപ്പോൾ എൻ്റെ വീടാണ്. അപ്പോൾ എനിക്ക് വരുമാനം കിട്ടുന്ന എവിടെയൊക്കെ എനിക്ക് പറഞ്ഞു തരാം. ജസ്റ്റ് ഇപ്പോൾ കണ്ടില്ലേ, തെങ്ങ്, പിന്നെ എന്താ പറയുക, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ കുരുമുളകിൻ്റെ ഒരു എന്താ പറയുക, അടക്ക വിറ്റ് ജീവിക്കാറുണ്ട് ഞാൻ ചില സമയത്ത് സമ്പാദ്യം കുറയുമ്പോൾ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ബർത്ത്ഡേ വിഷയങ്ങളെല്ലാം പ്രോഗ്രാംസൊക്കെ ഉള്ളതുകൊണ്ട് പതിനായിരങ്ങൾ വരുമാനമുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വരുമാനം. ഇത് കണ്ടില്ലേ, ഇതുണ്ട്. ഈ മരത്തിൽ നിന്ന് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഒരു തണലുണ്ട്. ഒരുപാട് പേര് അപ്പുറത്തോട്ടുള്ള ആൾക്കാരൊക്കെ പറിക്കാറുണ്ട്. കുരുമുളക് എന്ന് പറയുമ്പോൾ ആർക്കും ആവശ്യമുള്ളൊരു സാധനമാണ് കുരുമുളക് എന്താ വിറ്റ് നമ്മൾ അത്യാവശ്യം 1 ലക്ഷം വരെയൊക്കെ സമ്പാദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പൈസയ്ക്ക് അതൊരു ബുദ്ധിമുട്ടില്ല. കാരണം 9 സെൻറ്റ് സ്ഥലമുണ്ട്, റേഷനുകളിലൊക്കെ പേരുണ്ട്. എൻ്റെ പേരിലൊക്കെ ആയിട്ടില്ല, അത് വൈകേണ്ടാവും. പിന്നെ തെങ്ങിൽ നിന്നൊക്കെ വരുമാനമുണ്ട്. പിന്നെ ഒരു പ്രകൃതി രമ്യമായിട്ടൊരു വീടാണ് നമ്മുടെ വീട്. കാരണം പച്ചപ്പും കാര്യങ്ങളും. പിന്നെ പെയിൻ്റടിക്കാനുണ്ട്. ഇത് ബാക്കിലേക്ക് പോകാം. പിന്നെ കുറച്ച് ചെടികൾ കാണിച്ചാൽ ചെടി എന്താ നല്ല പ്രകൃതി രമ്യമായിട്ടുള്ള ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട്. എന്താ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന വ്യക്തി, അതുകൊണ്ടാണ് ഒരുപാട് മരങ്ങൾ. പേരമരം വലുതായി വരുന്നുണ്ട്. ഇത് ഞാൻ നട്ടതാണ്. കഴിഞ്ഞ വർഷം ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഞാൻ നട്ടതാണ്. ഇതും ഞാനും അനിയത്തി കൂടി നട്ടതാണ് പേരമരം. നമുക്ക് വളർന്നു കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ല, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് അതൊന്നും കമൻ്റ് ഇടുന്നവർ അത് നോക്കുന്നില്ല. നമ്മുടെ താഴ്ത്താൻ കഴിഞ്ഞ വർഷം പണി കഴിഞ്ഞിട്ട് മെറ്റൽ ബാക്കി വന്നായിരുന്നു. ആ കൂട്ടിയിലെ ആ പൊട്ടിക്കൂട്ടെ ഇത് കൂട്ടിയാ സത്യസുന്ദരമായിട്ടുള്ള പ്രകൃതി രമ്യമായിട്ടുള്ള കച്ചവടങ്ങളാണ് എൻ്റെ വീട് നടക്കുന്നത്. കാരണം എനിക്ക് എന്താണ് പണിയെന്ന് ചോദിക്കുന്നു ആൾക്കാർ ഗായ്സ്. അപ്പൊ പണി എന്താണെന്ന് ചോദിക്കുന്ന പണിക്ക് പോകാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇല്ലേ? ഉണ്ടോ ഇല്ലേ? അപ്പൊ പണിയുണ്ട്. ഇതില്ലേ, ഇതിനൊക്കെ തടവെടുക്കണം. വായക്ക് തടവെടുക്കാറുണ്ട്, വെള്ളം ഒഴിക്കാറുണ്ട്. അല്ലേ, ഇത് ഇത്രയും വളരാറില്ലേ? കാരണം ദൃശ്യം 2-ലൊക്കെ ദൃശ്യത്തിലൊക്കെ കാണിക്കാറുള്ള വായത്തോട്ടത്തിൽ നിന്ന് നാലെട്ടോടി വന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് വേറെ സ്ഥലത്താണ്. പക്ഷെ അതൊക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ വരുമാനമുണ്ട്. കാരണം പയത്തിൽ നിന്നൊക്കെ പയമെല്ലാം വിറ്റിട്ട് 2-3 കൊലയൊക്കെയാണ് വന്നത് ഓരോ മാസങ്ങളിൽ. അപ്പൊ അത് വിറ്റിട്ട് ഒരു 500-600 രൂപയൊക്കെയാണ് ഒരു കൊലക്ക് കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ പണിക്ക് പോലെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വെള്ളം ഒഴിക്കാൻ തന്നെ സമയമില്ല. നമ്മുടെ വീട്ടിലൊരു കാര്യസ്ഥനെ പോലെയാണ്. ദിലീപേട്ടൻ്റെ കാര്യസ്ഥൻ സിനിമ പോലെ എൻ്റെ ലൈഫ്. കണ്ടില്ലേ, മൊത്തം വായകളാണ്. വായ കൃഷി എന്ന് പറഞ്ഞാൽ ഇതാണ് കൃഷി. എവിടെ വെള്ളപ്പൊക്കം വന്നാലും നമ്മുടെ വായ കുലച്ചിരിക്കും. നമുക്ക് എന്തോരം കാശാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ മതി ഒരു നേരം എനിക്കൊരു കല്യാണം കഴിച്ച പെണ്ണിന് കൊടുക്കാനായിട്ട്. മനസ്സിലായോ?
ഇതാണ് എൻ്റെ കൊട്ടാരം. എന്താ ഇവിടുത്തെ പയം. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്ക് ഉപയോഗിച്ചു. അങ്ങനെയൊക്കെ ഇതാണ് ഇനി കാണിച്ചു തരുന്നത്. ലൈറ്റിടാം. ലൈറ്റിൻ്റെ 1.5 ലക്ഷം രൂപ ഫ്രിഡ്ജ്. ഇത്രയും വർഷങ്ങൾ ഫ്രിഡ്ജുള്ള വീടുകൾ ഉണ്ട്. പാലൊക്കെ കണ്ടില്ലേ, പാലൊക്കെ മേടിച്ചാൽ കുടിക്കാറ്. അപ്പം മറ്റേ നമ്മൾ പണിക്ക് പോകണില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പണിയെടുത്ത് മേടിച്ചതാണ് ഇതൊക്കെ. റിവ്യൂ വന്നിട്ട് ഇതൊക്കെ EMI ഈ പഴവും കഴിക്കണത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ. പിന്നെ സ്റ്റോർ റൂം കാണിച്ചു തരാം. ഇത് കണ്ട 50,000 രൂപയുടെ വാഷിംഗ് മെഷീനാണ്. 50,000 രൂപയുടെ വാഷിംഗ് മെഷീൻ. ഇത്രയും സൗകര്യമായിട്ടാണ് ഞാൻ ജീവിക്കണത്. ഇന്ന് ആൾക്കാർ പണിക്ക് പോകണില്ലെന്ന് നോക്കണത്. ഇതൊക്കെ തന്നെ മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ട് ആൾ വേണ്ടേ? വേണ്ടേ? നിങ്ങൾ പറ, വേണ്ടേ? ഇനി പല ബിഗ് ബോസിൽ പോകുമ്പോൾ ഇത് ആരും നോക്കൂ. നോക്കാം. സൂപ്പർ സ്റ്റാർ AJP കിടക്കുന്ന സ്ഥലമാണ്. അലിൻ ജോസ് പെരേരയുടെ ബെഡ്റൂം ഇത്ര വിശാലമായിരിക്കുന്നു. പിന്നെ പെയിന്റ് അടിക്കുന്നതാണ്. ഫർണിച്ചറൊക്കെ എടുത്ത് ചെയ്യാനുണ്ട്. 9 വർഷം കൊണ്ടാണ് ഇങ്ങനത്തേക്ക് ഒരു സെറ്റിങ്സ് വന്നത്. ഈ ബാത്റൂം കാണുമ്പോൾ വിശാലമായിട്ട് കുളിക്കാൻ ജക്കൂസി പോകാം. എന്താ ഷവർ, നല്ല ഷവർ, സോപ്പ് എല്ലാം 2 പേർക്ക് കുളിക്കാം. 2 പേർക്ക് ഞാൻ കുളിക്കാൻ പറ്റുന്ന നമുക്ക് ഒരബദ്ധം വന്നാൽ. ഒഴിവു സമയങ്ങളിൽ പെരേര തയ്യൽ മിഷനിൽ തുണി തടിക്കുന്നു കാഴ്ച. നമുക്കും തയ്യല് ഇവിടെയാണ് അമ്മ ഇരുന്ന് പത്രം വായിക്കുന്നത്, ട്യൂഷൻ പഠിപ്പിക്കാറ്. ഇപ്പോൾ പത്രം വായിക്കുന്ന കാഴ്ച പഠിക്കാറുണ്ട്. പത്രം, പാല് വായിക്കാറുണ്ടല്ലോ. ചെയർമാൻ്റെ ചെയർമാൻ്റെ ബ്രാൻഡ് ഇത് 850. ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ തയ്യൽ 85,000. പിന്നെ വാഷ് ബേസിനുണ്ട്, വീട്ടുകൂടി വാഷ് ബേസ്. താഴത്തോട്ട് വാഷ് ബേസ്. ഇവിടെ നമുക്ക് കൈ ചെയ്യാം. മുഖം കഴുകി നമുക്കൊരു ശുദ്ധമായിട്ട് ശുദ്ധമായ മിനറൽ വാട്ടറല്ലേ വെള്ളം കുടിക്കുകയല്ലേ. ഇത് മുഖം കഴുകുകളല്ലേ ഇങ്ങനെ. ഇതൊക്കെ ഉണ്ടല്ലേ, ഇത്രയുടെ ഇതാണെന്നറിയാം. ലൈറ്റ് കണ്ടില്ല, 45,000 രൂപ ലൈറ്റ്. ഡാഡി അടുത്ത ഡിസംബറിൽ വരുള്ളൂ. കുറച്ച് 6 ലക്ഷം രൂപ ഇതിൽ ഏതൊക്കെ വേണം. ഇതെടുത്തു. അമ്മമ്മക്ക് ബുദ്ധിയില്ല ഗൈസ്. ഇനി നമ്മൾ പണിയില്ല എന്ന് പറയുന്നതൊക്കെ എന്താണ് പണി? വീട്ടിൽ ചെയ്യും. വീട്ടിൽ പണിയുണ്ടല്ലോ ഒരുപാട് പണി. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. എന്താ ചെയ്യും ഇതിൻ്റെ ലിസ്റ്റ് നമ്മൾ ഞാൻ തന്നെ ചെയ്യുന്നതിനുള്ള തെളിവാണ് കാണിച്ചത്.
ഓക്കെ ഇതാണ് അലിൻ ജോസിന്റെ വീട്. പെരേരയുടെ ബൈക്ക്. ജോസിന്റെ വീട് ഗൈസ്. പുറത്തേക്ക് പോകാൻ നോക്കും. ആ വണ്ടി എടുത്തിട്ട് പോ. അങ്ങനെ നമ്മൾ യാത്ര പറയുകയാണ് ഗൈസ്. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.